ആലപ്പുഴയിൽ ഓടുന്ന കാറിന് മുകളിൽ കോൺക്രീറ്റ് പാളി വീണ് അപകടം. ചാരുമൂട് സ്വദേശി നിതിൻ കുമാറിന്റെ കാറിന് മുകളിലേക്കാണ് കോൺക്രീറ്റ് പാളി വീണത്. യുവാവ് രക്ഷപ്പെട്ടത്. തലനാരിഴയ്ക്ക് യുവാവ് പോലീസിൽ പരാതി നൽകി. ശരത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. ശരത്ത്, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ആര്യ, ഇന്നലെ രാത്രി ഒരു 10 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ആലപ്പുഴയിൽ എരമല്ലൂരിൽ വെച്ചാണ് ഈ സംഭവം. അതായത് എറണാകുളത്ത് നിന്ന് കായംകുളത്തേക്ക് പോവുകയായിരുന്നു ചാരുമൂട് സ്വദേശി നിതിൻ കുമാർ. ഇത്തരത്തിൽ എരമല്ലൂർ എത്തിയ സമയത്ത് പെട്ടെന്ന് പാലത്തിന് മുകളിൽ നിന്ന് ഒരു കല്ല് കാറിന് പുറകിലേക്ക് വീഴുകയായിരുന്നു. വലിയ രീതിയിലുള്ള ആഘാതത്തിൽ ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ കല്ലാണ് അല്ലെങ്കിൽ കോൺക്രീറ്റ് പാളിയാണ് കാറിന് മുകളിലേക്ക് വീണത് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. ഈ തൊട്ടു മുന്നിൽ ഒരു കണ്ടെയ്നർ ലോറി പോയിട്ടുണ്ടായിരുന്നു. ഈ ലോറിക്ക് പുറകെ തന്നെ ഈ കല്ല് ഇത്തരത്തിൽ വാഹനത്തിലേക്ക് അല്ലെങ്കിൽ നിതിൻ കുമാറിന്റെ കാറിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. പാലത്തിന് നിർമ്മാണ പ്രവൃത്തി നടക്കുകയാണ്. അരൂർ തുറവൂർ ഉരപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഈ പാലത്തിന് മുകളിൽ ഇത്തരത്തിൽ കല്ലും അതേപോലെ തന്നെ മറ്റ് കോൺക്രീറ്റ് പാളികളും ഒക്കെ തന്നെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു നെറ്റിൽ കെട്ടിവെച്ച നിലയിലായിരുന്നു. ഈ കെട്ടിവെച്ച നെറ്റിലേക്ക് ഇത്തരത്തിൽ ലോറി മുന്നിൽ പോയ കണ്ടെയ്നർ ലോറി ഇടിക്കുന്നു. പിന്നാലെ തന്നെ ഈ കല്ല് പുറകിൽ വന്നിരുന്ന കാറിന് മുകളിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. അതായത് യഥാർത്ഥത്തിൽ വലിയൊരു അപകടത്തിന് തന്നെ സാധ്യതയുണ്ടായിരുന്നു. കാറിന് പുറകിലേക്ക് വീണതുകൊണ്ട് മാത്രമാണ് യുവാവ് മറ്റു പരിക്കുകളൊന്നും തന്നെ ഇല്ലാതെ രക്ഷപ്പെട്ടത്. ഏതെങ്കിലും തരത്തിലുള്ള ഇരുചക്ര വാഹനമോ മറ്റു കാൽനട യാത്രക്കാരോ ആയിരുന്നു പുറകിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലായിരുന്നു ഈ സംഭവം എന്നുള്ളതാണ്. അതായത് യഥാർത്ഥത്തിൽ ഇത് അനാസ്ഥയാണ് എന്ന് പറയാം. 2 കാരണങ്ങളാണ് ഇത് ചൂണ്ടിക്കാണിക്കേണ്ടതുള്ളത്. അതൊന്ന് പ്രത്യേകിച്ച് ഈ കല്ല് ഇത്തരത്തിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന പാലത്തിന് അടിഭാഗത്തായി ഇത്തരത്തിൽ കല്ല് കെട്ടി തൂക്കി വെക്കുന്നു. അത് വലിയ അപകടമാണ്. അത് ഒരുപക്ഷെ ഈ ലോറി തട്ടിയില്ലെങ്കിലും മറ്റേതെങ്കിലും തരത്തിലും കല്ല് വീഴാനുള്ള സാധ്യത പോലുമുണ്ട്. ആ രീതിയിലുള്ള അനാസ്ഥ ഈ നിർമ്മാണ കമ്പനികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുള്ളതാണ് യുവാവ് ആരോപിക്കുന്നത്. സംഭവത്തിൽ യുവാവ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ കരാറുകാർ പറയുന്നത്, ഈ നിർമ്മാണ കരാർ എടുത്ത കമ്പനി പറയുന്നത്, ഇതുവഴി കണ്ടെയ്നർ ലോറി ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾക്ക് കടന്നുപോകാൻ അനുവാദമില്ല. ആ രീതിയിൽ പോലീസിന്റെ അനാസ്ഥയാണ് ആ സമയത്ത് അങ്ങനെ ഒരു കണ്ടെയ്നർ ലോറി കടന്നു വന്നതും പിന്നീട് ഈ കല്ല് സ്ഥിരമായി വാഹനം പോകുന്ന വഴി തന്നെയല്ലേ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയതും എന്നുള്ളതാണ്. വാഹനങ്ങൾ പോകാറുള്ള വഴിയാണ്. പക്ഷേ ഹെവി വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടരുത് എന്നുള്ളൊരു നിർദ്ദേശമുണ്ട് എന്നുള്ളതാണ് ഈ കരാർ കമ്പനികൾ പറയുന്നത്. ഹെവി വാഹനങ്ങൾ മറ്റു വഴികൾ കൂടെ പോകണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇത് പോലീസ് കൃത്യമായി പരിശോധിച്ചില്ല എന്നുള്ളതാണ് കരാർ കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്തായാലും ഒരു അനാസ്ഥയുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അത് ഈ കല്ല് കെട്ടിവെച്ച കരാർ കമ്പനികളുടെ ഭാഗത്താണോ അല്ലെങ്കിൽ ഈ പോലീസിന്റെ ഭാഗത്താണോ എന്നുള്ളത് മാത്രമാണ് കണ്ടെത്തേണ്ടത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസിൽ ഈ യുവാവ് പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് എടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓടുന്ന കാറിന് മുകളിലേക്കാണ് കോൺക്രീറ്റ് പാളി ഇളകി വീണത്. തലനാരിഴയ്ക്കാണ് യാത്രക്കാരൻ രക്ഷപ്പെട്ടത്. ശരത്താണ് വിശദാംശങ്ങൾ നൽകിയത്.